ഇപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദർശനങ്ങളിലേക്ക് പത്രസമ്മേളനം വിളിക്കുന്ന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളത് 1,72,00,000 രൂപയുടെ തിരിമറി മാത്രമാണ്. എന്നാൽ 2016-19 കാലഘട്ടത്തിൽ അതിനുശേഷവും ഏറെക്കുറെ 40,000 കോടി രൂപയുടെ ഇലുമിനേറ്റ് തോട്ടപ്പള്ളിയിൽ നിന്നും മാത്രമായി കടത്തിയിട്ടുണ്ട്. CMRL ഇതുവരെയുള്ള ഇടപാടുകൾ എടുത്തു പരിശോധിച്ചാൽ അതിൻ്റെ പരമാവധി തുക 700 കോടി രൂപ മാത്രമാണ്. ബാക്കി തുക എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇന്ന് രാവിലെ നിങ്ങളെല്ലാം എല്ലാ ചാനലുകളിലും വന്ന ഒരു കാര്യം തന്നെയാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം, എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് M ആണ്. സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൽ പ്രമുഖമായിട്ടുള്ളത്, ഇപ്പം നമുക്കറിയാം, ഇവിടെ CMRL മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം CMRL അക്കൗണ്ട് എന്നാണോ എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം, SNC ലാവലിൻ, നമുക്കെല്ലാം അറിയാം, 1999 മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പിയാണിത്. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ IA ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ, അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ്. ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ IASുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കമ്പനിയായി ബന്ധപ്പെട്ട കരാറ് 2018 ഡിസംബർ 1-നാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറ് പിന്നീട് 2020 നവംബർ 30 എടുത്ത് പരിശോധിക്കേണ്ട, 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നാണ് ഈ കരാർ അവസാനിക്കുന്നത്. അതായത് ഈ വിവാദമുണ്ടായതിന്റെ പേരിൽ കരാർ അവസാനിക്കുന്നു. 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നും ഇടയിലാണ്
പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളൂ. അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം. സ്വപ്ന സുരേഷിന് ആ ഒരൊറ്റ എഗ്രിമെന്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRന്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരാതി നൽകിയത്. ഈ പണം എവിടുന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം 17 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് എൻ്റെ പരാതിയിൽ കമ്പനീസ് ആക്ട് സെക്ഷൻ 212 14A അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെ കുറിച്ചും ഈ അക്കൗണ്ടിനെ കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു വിഷയം, ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം. ദ ബ്ലാക്ക് മണി, അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 പ്രകാരം ചാപ്റ്റർ 6, ചാപ്റ്റർ 5, സെക്ഷൻ 41, 42, 43 അനുസരിച്ച് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾ 31E ഓഫ് ദ റൂൾ. അപ്പോൾ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2015 അനുസരിച്ച് സെക്ഷൻ 41, 42, 43 അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ്. അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന, എനിക്ക് ബോധ്യമുള്ള, നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കും എന്ന് കരുതരുത്. 2, ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ കാര്യം, SNC ലാവലിന്റെ വിഷയത്തെ 99 മുതലുള്ള ലാവലിനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കേണ്ടിയിട്ടുണ്ട്. 6% പലിശയ്ക്ക് ലോകത്തെമ്പാടും 6% പലിശ കിട്ടുന്നിടത്ത് 9.25% പലിശ കൊടുത്ത് ബോണ്ടുകൾ, അതായത് SLC ലാവലിന്റെ സബ്സിഡറി കമ്പനിയുടെ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ബോണ്ടുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് 9.14% പലിശയാണ്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ വിനയത്തോടു കൂടി പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ഇടപാടുകൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും കമ്മീഷനും മാസപ്പടിയും ഉണ്ടായിട്ടുണ്ട്. ഈ മാസപ്പടിയുടെ കാര്യം പറഞ്ഞാൽ, ഈ നമ്മുടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ എഗ്രിമെന്റ് പ്രകാരം ഒരു വ്യക്തിക്ക് 3 വർഷത്തിൽ, അതായത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടുകളൊന്നും എടുത്തു പറയേണ്ടത് 3 ജോലികളായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്നത്. അതിനകത്തൊന്ന് കെ ഫോൺ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2, ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അത് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3, സ്പേസ് പാർക്ക്. ഇതിനുവേണ്ടി ഫാക്കൽറ്റീസിനെയും അതുപോലെ കൺസൾട്ടൻസിനെയും സപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ജയ്ക് ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി കൺസൾട്ടന്റ്. അദ്ദേഹം തന്നെയായിരുന്നു വീണയുടെ കമ്പനിയുടെ മെന്ററായി അന്ന് ഒരു വലിയ വിവാദം ഉണ്ടായത്, നിങ്ങൾ എല്ലാം ഓർക്കുന്നുണ്ടാവും.
ഇപ്പോൾ ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാം. സ്വപ്ന സുരേഷ് വിവാദ നായികയാണ്. സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെ ശരിയും തെറ്റുമായി നമ്മൾ വിശകലനം ചെയ്തു. പക്ഷേ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടിൽ പണം വീണ വിജയന്റെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. സ്വപ്ന കൈപ്പറ്റിയ സാലറി എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ 1,07,000 രൂപയാണ്. ഡിസംബർ 1 2018 ഡിസംബർ 1 സൈൻ ചെയ്ത ഈ ഡോക്യുമെന്റ് പ്രകാരം വീണയ്ക്ക് കൊടുക്കേണ്ട സാലറി 3,34,800 രൂപയാണ്. അതായത് എക്സ്പീരിയൻസ് എബവ് 10 ഇയേഴ്സ് 13 വർഷത്തെ എക്സ്പീരിയൻസ് വീണയ്ക്ക് ഉണ്ടെന്നാണ്, അല്ല സ്വപ്നയ്ക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വപ്നയുടെ പേരിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് പോയ പൈസ 3,34,800 വീണയ്ക്ക് കിട്ടിയത്, സ്വപ്നയ്ക്ക് കിട്ടിയത് 1,07,000 രൂപയും. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഏറെക്കുറെ 2,27,000 രൂപ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് പോകുന്നു. അതിനകത്തുനിന്ന് കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അവിടെ ആ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, അതായത് ടെക്നോ പാർക്കുകൾക്ക് ഫെസിലിറ്റേഷനും അതുപോലെ ഇത്തരം പ്രോജക്ട്സുകളും മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ഈ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കൊടുത്തിട്ടുള്ള മുഴുവൻ സ്റ്റാഫിനും കൃത്യമായ മാസപ്പടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്നു, അല്ലെങ്കിൽ വീണ വിജയന് ചെന്നിരുന്നു എന്ന് വേണം ഈ ട്രാൻസാക്ഷൻ വഴി മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതുപോലെ കൊള്ള ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിൽ കൂടുതലൊന്നും ഒരു സാധാരണക്കാരനായ ഒരു വെറും പൗരനായ ഷോൺ ജോർജിന് കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലൊരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ്. അത്രമാത്രം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. 2016 മുതൽ 19 വരെ ഇതിന്റെ നമ്മുടെയൊക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് കിടക്കുമല്ലോ 10,000 രൂപ, നമ്മൾ ഈ പെറ്റിയടിക്കുക അല്ലെ ഇങ്ങനെ ചാർജ് മേടിക്കാതിരിക്കാൻ. അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ്. 10 കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. കേരളം ഭരിക്കുന്ന സഖാക്കളുടെ നേതാവായ, പാവപ്പെട്ടവന്റെ നേതാവായ, സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ ആണിത്. ഇത് നിഷേധിക്കട്ടെ, തെളിയിക്കാം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം പൈസ ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എന്നെക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. പരാതി കൊടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ബാങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജ് ചോദിച്ചാൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഷോൺ ജോർജ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് വന്നാലും നിങ്ങൾ അംഗീകരിക്കൂ? ഷോൺ ജോർജിന് ആ ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ തന്നെ നിങ്ങൾ അംഗീകരിക്കൂ? ഇല്ല. അത് എടുക്കേണ്ടത് ഏജൻസികളാണ്. ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസിയുടെ പേരിൽ മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണ്. അത് ഇനി ഞാൻ പരിശോധിക്കണോ? അത് അറിയാലോ, മുൻ ബന്ധുവാണ്. ഞാൻ അത്തരം പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. സുനീഷ് എമ്മ എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അത് എനിക്ക് ബോധ്യപ്പെടുന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല. എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട്. അത് എൻ്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോമേഷൻ കൊടുക്കാം. ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിൻ്റെ പോലീസില്ലേ, വിജിലൻസ് ഇല്ലേ, അങ്ങനെക്കെതിരെ കേസെടുക്കട്ടെ. എൻ്റെ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ?
അട്ടിമറിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസം തീർച്ചയുണ്ടെന്ന് ഉണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുള്ള ആളത്. ഞാൻ കേസിൻ്റെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ BJPയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ രാഷ്ട്രീയ ഇടപെടലാണ്. അന്വേഷിക്കട്ടെ. SFIയുടെ അന്വേഷണം ഇനിയും 4.5 മാസം കൂടി SFIക്ക് ഇനി അന്വേഷിക്കാൻ സമയമുണ്ട്. ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷന് മുമ്പ് എനിക്ക് വിവരങ്ങൾ കിട്ടിയ ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാറും. കാരണം എൻ്റെ രാഷ്ട്രീയ പാർട്ടി BJP എന്ന നിലയിൽ ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഘട്ടം കൂടെ ഇലക്ഷനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം. കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഇടപാടുകൾ ഇനി മാത്രമൊരു കാര്യം കൂടെ പറയാം. ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. പോയത് 90% അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ്. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു. UAയിലും US-ലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൗണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി കൊടുത്തു. ഉത്തരവിടണ അന്വേഷണം കേട്ടുകേൾവി അല്ലല്ലോ ഇത്. ഇങ്ങനെ അല്ലല്ല, ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും ഞാൻ ഈ പരാതി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കോടതിയിലേക്ക് അയച്ചത് ഒരു കേസിന്റെ ഞാനൊരു അഡീഷണൽ ഡോക്യുമെന്റ് അന്വേഷണ ഏജൻസി കൊടുക്കുമ്പോൾ അത് കോടതി അറിയിക്കുക എന്നുള്ള ഫോർമാറ്റ്. ഇപ്പോൾ അന്വേഷണത്തിന് കോടതി ഉത്തരവുന്നുണ്ട്. ഓൾറെഡി എൻക്വയറി ഈസ് ദെയർ. എൻക്വയറി അവിടെ ഉണ്ട്. അതിൽ നിന്ന് പുതിയ അന്വേഷണം ഒന്നും കോടതി ഉത്തരവിടേണ്ട കാര്യമില്ല. അബുദാബിയിൽ കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഷോൺ ജോർജ്. അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിലാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് നിലനിൽക്കുന്നത് എന്ന് ഷോൺ ജോർജിന്റെ ആരോപണം.